രണ്ടിനും കൂടെ കാണിച്ച പണിയുണ്ടാ? എന്തുവാ? നേരത്തെ കൊണ്ടുവന്നില്ലേ മുട്ടായി? ഇവിടെ കുറച്ചെടുത്ത് മാറ്റി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കൈയോടെ പൊക്കിയപ്പം എനിക്ക് കൈക്കൂലി തരാൻ നോക്കാം. ഞാൻ പറഞ്ഞല്ലേ രണ്ടിന്റെ അടുത്ത് മിഠായി കഴിക്കരുതെന്ന്. ഒരെണ്ണ കഴിച്ചോളൂ ചേച്ചി. ഒരെണ്ണം കഴിച്ചോളോ? ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ശരിക്കും നീയൊക്കെ കൂടെ എനിക്ക് പേര് ദോഷം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കാണ്. ഇതിപ്പോ എല്ലാവരോടും പറയും ഞാൻ കാരണമാണ് നീയൊക്കെ ഈ മുട്ടായൊക്കെ തിന്നണെന്ന്. ആ നീ കാരണം തന്നെ. ഏത് സമയത്താണ് ആ മുട്ടായിട്ടാണ് മേടിച്ചോണ്ടാൻ തോന്നിയത്? ലജ്ജ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ഞാൻ എന്ത് ചെയ്യാനാ? മിഠായി എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാന്ന് വെച്ചാൽ രണ്ടെണ്ണം തപ്പി കണ്ടുപിടിക്കും. നേരത്തെ അളിയൻ പറഞ്ഞ പോലെ ഇതങ്ങ് തിന്നു നിർത്താൻ പ്രശ്നമില്ലല്ലോ ലച്ചേച്ചി. എനിക്കൊന്നും വേണ്ട ഇതിന് മാത്രം മതി. ഞാൻ കുറെ കഴിച്ച്. നീ ഒന്ന് തീർക്ക്. പിന്നെ ഞാൻ നേരത്തെ കഴിച്ചെല്ലാം കൂടെ ഒരുമാതിരി വേറെ വരുവിരിക്കാണ്. ശരിയാവില്ല. പിന്നെ അമ്മായി കഴിക്ക്. അയ്യോ എനിക്കാണോ? ഞാൻ ഷുഗർ കട്ട്. എന്നാ പിന്നെ ഞാൻ കഴിച്ചോളാം. കറക്റ്റാ. കഴിച്ച ഷുഗർ ഓടി പിന്നെ ഹോസ്പിറ്റലിലോട്ട് എടുത്തോണ്ട് കൊണ്ടുവരും. ഒരു കാര്യം ചെയ്യ്, എല്ലാം കൂടെ പെറുക്കിയാതെ ആ പറമ്പിലേക്ക് എറിയും. കാശ് മുടക്കി മേടിച്ച സാധനമാണത്. கேசு அப்படின்னா என்கிட்ட கூட நான் எடுத்து வைக்கிறேன். ஒண்ணு நான் சாப்பிடுறேன். ഇതല്ലേ നേരത്തെ പറഞ്ഞ് എടുത്തു വെച്ച് അതുങ്ങൾ എടുത്ത് കഴിക്കുന്നു. ഡേയ് ഒരു കാര്യം ചെയ്യാം, സിദ്ധുവിനെ വിളി. സിദ്ധു ആകുമ്പോ ഇതെല്ലാം കഴിച്ചു തീർത്തോളൂ. എന്തിനാ സിദ്ധോളനെ വിളിക്കുന്നേ? അമ്മ അച്ഛനെ വിളിക്കില്ല, മുഴുവനും തീർക്കും. അതാണ് നമ്മുടെ ആവശ്യം. എടാ എന്തുവാടാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നേ? മനുഷ്യന് കുറച്ച് സ്വസ്ഥത. നിങ്ങൾ ഇവിടെ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ മനുഷ്യ? എന്താ പിള്ളേരുടെ കയ്യിലേക്ക് നോക്കിയേ. മിഠായോ? നമ്മളിത് കഴിച്ച് തീർത്തതാണല്ലോ. എടാ കിഴങ്ങ, നീ ഇവർക്ക് വീണ്ടും വാങ്ങിച്ചു കൊടുത്താ? തേങ്ങ ഇത് ഞാൻ നേരത്തെ മേടിച്ചു കൊടുത്തതിന്റെ ബാക്കി ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ഒളിപ്പിച്ചു വെച്ചാ? കൊള്ളാല്ലേ, മക്കള് കഴിച്ചോട്ടാ. എന്റെ പൊന്നു സിദ്ധു, ഒരുപാട് മിഠായി കഴിക്കുന്ന ശരീരത്തിന് കേടാണെന്ന് നിന്നെ ഞാൻ ഏത് ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കണം? കുറച്ച് മിഠായല്ലേ, പിള്ളേര് കഴിക്കട്ടെ, അവരുടെ പ്രായല്ലേ. സിദ്ധുവേ എന്തായാലും ഇനി പിള്ളേർക്ക് മിഠായി കൊടുക്കാൻ പറ്റൂല. സിദ്ധു നേരത്തെ പറഞ്ഞ ഐഡിയ ആണ് ബെസ്റ്റ്. സിദ്ധു കഴിക്കും. ഞാൻ തന്നെ കഴിക്കണോ? ആ സിദ്ധു കഴിക്കണം. അവര് കഴിച്ചോട്ടെ. അച്ഛനെ പേടിയാ, ഷുഗർ വരുന്ന പേടി അല്ലേ അച്ഛാ? അളിയാ അങ്ങനെ പേടിയുണ്ടാ? പേടിയാ എനിക്കാ? എന്റെ ഹെൽത്തി ബോഡിയാടാ, ഹെൽത്തി ബോഡി. പാറുസേ മിഠായിതാ. തരത്തില്ല. അളിയാ ഓ തട്ടിപ്പറി മിഠായി. അലമ്പ് കാണിക്കില്ല. പറഞ്ഞിട്ട് മൂത്തരെ കൈവക്കരുതെന്ന്. അളിയാ മിഠായിയുടെ കവറെല്ലാം ഉരുക്കളാ, എനിക്ക് മൊത്തം കഴിക്കണം. എന്തിനാളിയാ? ഒന്നുമില്ല. എന്തി ഒന്നുമില്ലടാ. എന്നാ ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല. അളിയാ പിന്നെ ഞാനേ പറയാമെന്ന് പറഞ്ഞല്ല. അളിയാ എന്താടാ? കേളളിയാ, കേട്ടോണ്ടിരിക്കുക, നീ പറ. ഞാൻ വയനാട് ഒരു കല്യാണത്തിന് പോയില്ലേ, അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട്, അവന്റെ അച്ഛന് ഒരു എസ്റ്റേറ്റ് ഉണ്ട്. എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ കിണ്ണം കാച്ചി എസ്റ്റേറ്റ്. അളിയാ ആ എസ്റ്റേറ്റില് ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡിലാണ് നമ്മളെല്ലാവരും കൂടി രാത്രി കിടന്നുറങ്ങിയത്. അവിടെ പുലി ഇറങ്ങുമെന്ന് പറഞ്ഞളിയോ? അല്ല, നല്ല വലിയ പുലി ഇറങ്ങുമെന്ന്. പുലി, മ്ലാവ്, മയില്, മാന്, അതൊക്കെ അവിടെ തന്നെ കറങ്ങി അടങ്ങും. എടാ ഇതൊക്കെ എന്തിനാണ് കിഴങ്ങ എന്റെ അടുത്ത് ഒന്ന് പറയുന്നേ? എന്താണോ നിന്റെ പ്രശ്നം? ഞാൻ മര്യാദയ്ക്ക് ഇവിടെ സമാനത്തിൽ ഇരിക്കുമല്ലായിരുന്നോ? അല്ലല്ലയാ ഞാനേ അളിയാ ഞാൻ പറഞ്ഞ് നമ്മുടെ ഫാമിലിയുടെ ഒക്കെ കാര്യവും കഥയൊക്കെ പറഞ്ഞ്, അപ്പൊ അവർക്കെല്ലാം നമ്മളെ കാണണമെന്ന് ഒരേ നിർബന്ധം. എന്തിന്? എന്തോന്ന് ഫാമിലിയുടെ കഥ പറഞ്ഞപ്പം നമ്മളെയൊക്കെ കാണണമെന്ന് ഒരേ നിർബന്ധം അല്ലേ? ഓ തന്നെ. സിദ്ധുവേ അവിടെ ഏതോ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്.
അതെ, ഒരു നാടാവുമ്പോ അവിടെ ഒരുപാട് പെൺകുട്ടികൾ കാണും. അവരെയൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അങ്ങനെ കാണാതിരിക്കാൻ ഞാൻ കണ്ണടച്ചൊന്നും അല്ലല്ലോ പോയത്. വൃത്തിയായിട്ട് ചളി അടിച്ചിട്ട് വരല്ലേ? എന്താണ് ഇവിടെ? അവന് വയനാട് പോണോന്ന്. വയനാടാ? നീ അവിടെ തന്നെടാ വന്നേ? അല്ല, അങ്ങനല്ല, നമ്മളെല്ലാവരുടെ ഫാമിലി ആയിട്ടൊരു ടൂർ പോവാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ലേ അളിയാ? അല്ല സിദ്ധു, എന്ത് കഷ്ടമാന്ന് നോക്കി. ഞാൻ മര്യാദക്ക് ഇവിടെ സമാധാനത്തിരിക്കുവല്ലായിരുന്നോ? നിങ്ങൾ മൂന്നുപേരും കൂടി ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ അത് ചോദിക്കാനാ വന്നത്. നീ കൊറേ നേരമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. എന്നാ നേരെ ചൊവ്വേ ഉറങ്ങണൂല, വെറുതെ തിരിഞ്ഞും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോ പ്രശ്നമുണ്ട്. എന്തെങ്കിലും വയ്യാമെങ്കിൽ ആശുപത്രി പോട്ടോ. എന്തെങ്കിലും ഉണ്ടാ? എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറയാം. അളിയാ, അപ്പളേ നാളെ രാവിലെ വിട്ട് കഴിഞ്ഞാൽ വൈകിട്ടാവുമ്പോ അങ്ങ് ചെല്ലും. വേണ്ട, വൈകിട്ട് വിടാം. വൈകിട്ട് വിടുമ്പോ വെളുപ്പിനെ ആവുമ്പോ ചുരം കയറാൻ പറ്റും. എന്താ പറയണ? കേശൂടാ, പോകുന്നുണ്ടെ ഞാൻ അറിയിക്കാം. തൽക്കാലം അപ്പുറത്തെങ്ങാനും പോയിരിക്കും. മൂഡ് ശരിയല്ല എന്ന് തോന്നുന്നു. ലേ ലേ ഇല്ല ഇല്ല ഇല്ല. അതെ, എന്താ? നമുക്ക് വൈകുന്നേരം ഒന്ന് പുറത്തു പോയാലാ? എനിക്കൊന്നും വയ്യ. ഒരു കാര്യം അമ്മായി കൂട്ടി പോകാൻ നോക്കും. അമ്മായിനെ കൂട്ടി പോകാനാണെങ്കിൽ നിന്റെ അടുത്ത് ചോദിക്കണോ? എന്നാ എങ്ങോട്ടേലും പോ. അളിയാ, പിള്ളേർക്ക് ഭയങ്കര നിർബന്ധം വയനാട് പോകണമെന്ന്. ആണോ? അല്ലേ കല്ലു? അപ്പൊ നമുക്ക് പോണ്ടേ? ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം? ദുബൈന്ന് ആരെങ്കിലും വിളിച്ചാ? വിളിച്ചു. ആരാ വിളിച്ചേ? അറബാബു വിളിച്ചു. എന്തിന്? അയാൾ അവിടെ കിടന്ന് കരയണ്. എന്തിന്? എന്നെ വല്ലാണ്ട് മിസ് ചെയ്യണമെന്ന്. ഒയ്യോടാ പാവം. അറബാബു, നിന്നെ കെട്ടിയ കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. സിദ്ധുവേ, സിദ്ധു ഞാനും. അല്ല സിദ്ധു, എന്റെ അമ്മായി ഒന്ന് പോയി താ. കഷ്ടമുണ്ട് കേട്ടോ. ഒരു കാര്യം. അല്ല, വയനാട് പോകാൻ പ്ലാൻ ഫിക്സ് ചെയ്യാണെങ്കിൽ പറയണേ. അതിപ്പോ ഫിക്സ് ചെയ്യും. അല്ലേ? മക്കളെ നിക്കടാ. അളിയാ, അളിയന് ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് പറയാവോ? മക്കളെ, എനിക്ക് നല്ല വയറുവേദന. ഒരുപാട് മിഠായി കഴിച്ചില്ലായിരുന്നോ? അതുകൊണ്ടായിരിക്കും. ഒരു കാര്യം ഞാൻ രണ്ടുപേരോടും പറഞ്ഞേക്കാം. മിഠായി എങ്ങാനും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങാനും എടുത്ത് കഴിച്ച ഇതുപോലെ ഇരിക്കും. കേട്ടല്ലോ? വേണ്ടോ? വയറുവേന വന്നതേ മിഠായി കഴിച്ചിട്ടല്ല, പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാ. നമ്മുടെ മിഠായി ഏറ്റവും കൂടുതൽ കഴിച്ച അച്ഛനല്ലേ. അച്ഛന് വയറുവേന വേണമെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചു. നീ അങ്ങനെ പ്രാർത്ഥിച്ചാ? ഞാനും പ്രാർത്ഥിച്ചു. എന്തോന്ന്? അളിയന് പല്ലുവേന പറഞ്ഞേന്ന്. ആണോ? നിന്റെ പ്രാർത്ഥന ഏറ്റവും തോന്നുന്നു. ആണോ കുഞ്ഞമ്മ? ആവോ അച്ഛൻ. അമ്മ, என்ன லட்சு சித்து அம்மா நல்லா சொல்றான்? ചിലപ്പോ കുറച്ച് മുന്നേ അച്ഛാന്നായിരിക്കും വിളിച്ച് കരഞ്ഞോണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കും ഇപ്പൊ അമ്മ അമ്മ എന്ന് വിളിക്കുന്നത്. என்ன லட்சு என்னாச்சு? എനിക്കവനറിയാം, പോയി ചോദിക്ക്. நீ கேட்கலையா? അയ്യോ, ഞാൻ ചോദിക്കാൻ പോയപ്പോ എന്നെ കടിച്ചു കീറാൻ വന്നു. கடிச்சு கீர வந்தானா? அப்படியெல்லாம் அவன் செய்ய மாட்டானே. പിന്നെ എങ്ങനെയാണ് സാധാരണ ചെയ്യാറ്? அவன் ரொம்ப அன்பா பாசமா பேசுவான். ശരി. இந்தா இந்தா அம்மா. சித்து சித்து டேய், சித்துக்கு என்னாச்சுன்னு தெரியலடா, அதான் நான் கேட்டுட்டு இருக்கேன்.
ഇത് സംഭവം എന്തിനറിയോ, ചൂടൊക്കെ അല്ലേ. മാത്രമല്ല മനുഷ്യ മനസ്സിന്റെ കാര്യമാണ് ഈ പ്രഷറൊക്കെ ഇങ്ങനെ ആയിട്ടേ ഈ ഒരു ഇൻവിസിബിൾ ലൈനിലൂടെയാണ് സത്യം പറഞ്ഞാൽ എന്തൊക്കെ പറയണേ. അല്ല ചിലപ്പോൾ അളിയന് ചെറുതായിട്ട് നിർത്ത്. എന്റെ സംശയം അതല്ല. അമ്മയ്ക്ക് എന്തിനാണ് സംശയം? നല്ല ശമ്പളമുള്ള ജോലിയൊക്കെ ഉണ്ട്, വസ്തുവൊക്കെ മേടിച്ചു. ഇനി അതൊക്കെ കാണുമ്പോഴേ സൂയക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്ത്. എന്തോ നമ്മ ചുമ്മാ ഓരോന്നും ആവശ്യമില്ലാതെ പറയാം. അല്ല, ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ശാസ്ത്രീയ വശം വെച്ച് എന്തോന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കും. അതെ എല്ലാവരും കൂടി ഇനി ഇവിടെ കിടന്ന് കടിപിടി കൂടണ്ട, ഞാൻ പോയി തട്ടാം. തട്ടാന്നാ തട്ടി വിളിക്കാം. അല്ലയാ എന്താടാ എന്തല്ലയാ വയനാട് പോണാ? വയനാടാ? വയനാടൊന്നും പോണ്ട. അളിയൻ എന്ത് പറ്റി? എന്താടാ എന്ത് പ്രശ്നം പറയലയാ? നല്ല വേദന. നല്ല വേദനയാണെങ്കിൽ പ്രശ്നമില്ല. എന്താണ് വേദന? നല്ല പല്ലുവേദന. കൊറേ മിഠായി കഴിച്ചില്ലായിരുന്നോ? ഉള്ളിലെ നേരത്തെ ഒരു പോടുണ്ടായിരുന്നു, അത് അടച്ചു വെച്ചിരുന്നതാ. ഇപ്പൊ മിഠായി എല്ലാം കൂടെ കഴിച്ചിട്ടാണ് തോന്നുന്നത്, അത് തുറന്നു. ഭയങ്കരമായിട്ട് വേദനിക്കുക. അളിയാ ഞങ്ങളുടെ അടുത്ത് വയറുവേദന എന്നല്ലേ പറഞ്ഞേ? ആ നേരത്തെ വയറുവേദന ആയിരുന്നു, പക്ഷെ ഇപ്പൊ പല്ലുവേദനയിലോട്ട് കേറി. ഇപ്പം വയറുവേദന ഉണ്ടോ? വയറുവേദനയും ഉണ്ട്. നിനക്ക് എന്തോ ഇവിടെ ജോലി? ഈ സിദ്ധുവിന് പല്ലുവേദന നീ അറിഞ്ഞില്ലയോ? നീ എന്താ ആശുപത്രി കൊണ്ടുവന്നേ? ആഹാ ഞാൻ ഈ മനുഷ്യന്റെ അടുത്ത് ഒരു 100 തവണ ചോദിച്ചതാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ വാ തുറന്ന് പറ, ആശുപത്രി പോണോ, വയ്യായ്മ ഉണ്ടോന്നൊക്കെ. അപ്പൊ ഒടുക്കത്തെ ജാടയും കാണിച്ചിരുന്നു. അപ്പൊ അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോഴാ വേദന വന്നേ. അതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ അളിയ എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോടാ. കേശുവാണ് എല്ലാത്തിനും കാരണം. ഞാൻ എന്തിനാ കുറച്ച് മുട്ടായി മേടിച്ചോണ്ട് കൊടുത്തിയായി പോയി. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആ തന്നെ. കല്ലൂസേ പാറു, വലിയവരെന്നോ ചെറിയവരെന്നോ ഒന്നും ഇല്ല കേട്ടോ. അധികം മിഠായി കഴിച്ചു കഴിഞ്ഞാലേ ഇങ്ങനെ വയറുവേദനയും പല്ലുവേദനയും എടുത്ത് ഇരിക്കും, മനസ്സിലായാ? അയ്യോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ അളിയ എന്നെ ഒന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോടാ. എത്ര വട്ടം ഞാൻ ഇവിടെ കിടന്ന് ഒച്ച വെച്ചാ ഒന്നും മൈൻഡ് ചെയ്യാൻ മേലായിരുന്നു എന്നെ. അത് പറയണ്ടേ? അമ്മൂമ്മ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോ. അച്ഛന് വയ്യാണ്ടായതേ നമ്മള് പഠിച്ചിട്ടല്ല കേട്ടോ. മിഠായി തിന്നട്ടെ ഇനി തൊട്ടേ അധികം നമുക്ക് മിഠായി കഴിക്കണ്ട കേട്ടോ. ഓക്കേ.